സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അണ്ടർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 CBSE മാത്സിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ട്രയാങ്കിൾസിലെ എക്സസൈസ് 7.2 രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് in an isosceles triangle ABC with AB is equal to AC, the bisector of angle B and angle C intersect each other at O, join A to O, show that OB is equal to OC and AO bisects angle A. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്തില്ല, ഫിഗർ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫിഗർ വരയ്ക്കണം. അപ്പൊ ഓൾറെഡി തന്നിട്ടുണ്ട് ഇറ്റ്സ് an isosceles triangle ABC. അപ്പൊ എന്താണ് എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതായത് ഏതൊക്കെ സൈഡ്സ് ആ ഈക്വൽ? ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം എ ബി സി. ആ ട്രയാങ്കിളിന്റെ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. വാട്ട് യു മീൻ ബൈ ഐസോസിലസ് ട്രയാങ്കിൾ? അതിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ സൈഡാണ്? എ ബിയും എ സിയും ഈക്വൽ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് O. അതായത് ആംഗിൾ ബിയുടെ ബൈസെക്ടറും ആംഗിൾ സിയുടെ ബൈസെക്ടറും എന്ത് ചെയ്തു? O എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്തു. അതായത് വാട്ട് യു മീൻ ബൈ ബൈസെക്ടർ? ബൈസെക്ടർ എന്താണ്? ഒരു ആംഗിളിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നവരാണ് എന്ത്? ബൈസെക്ടർ. അതായത് ഒ ബി എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്തു? ആംഗിൾ ബിനെ ഈക്വലി ഡിവൈഡ് ചെയ്തു. അതായത് ഈ ഒരു പോർഷൻ ഓഫ് ദി ആംഗിൾ, അതായത് ആംഗിൾ എ ബി ഒയും ആംഗിൾ ഒ ബി സിയും എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. എന്താണ്? ആംഗിൾ സിനെയും അവർ എന്ത് ചെയ്തു? ബൈസെക്ട് ചെയ്തു. അതായത് ഈ ഒരു പോർഷനും അതോടൊപ്പം തന്നെ എന്താണ്? ഈ ഒരു പോർഷനും ഈക്വൽ ആണ്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? അതായത് ആംഗിൾ എ സി ഒയും ആംഗിൾ ഒ സി ബിയും എന്താണ്? ഈക്വൽ ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം. നമുക്ക് എന്തുകൂടി പറയുന്നുണ്ട്? ജോയിൻ എ ടു ഒ. എനെ ഓയിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാനും നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിഗർ ഇല്ലെങ്കിലും ഫിഗർ വരയ്ക്കാൻ പഠിച്ചല്ലോ. എന്താണ്? നമുക്ക് ട്രയാങ്കിൾ ഉണ്ട് എ ബി സി. അതൊരു ഏത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ മനസ്സിലായി എന്താണ്? എ ബിയും എ സിയും ആകുന്ന രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്തു? ആംഗിൾ ബിക്കും ആംഗിൾ സിക്കും ഒരു ബൈസെക്ടർ ഉണ്ടെന്ന് മനസ്സിലായി. അത് എവിടെ ജോയിൻ ചെയ്തു? O എന്ന് പറയുന്ന പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈസെക്ടറിന്റെ അർത്ഥം എന്താണ്? അത് ആംഗിൾ ബിനെയും ആംഗിൾ സിനെയും ഈക്വലി ഡിവൈഡ് ചെയ്തു. അതായത് ഈ രണ്ട് പോർഷൻസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ആംഗിൾ എ സി ഒയും ആംഗിൾ ഒ സി ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തുകൂടി പറയുന്നുണ്ട് ക്വസ്റ്റ്യനില്? ഒ എനെ ജോയിൻ ചെയ്യിപ്പിക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഫിഗർ മനസ്സിലായല്ലോ. നമുക്കിവിടെ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ട? ഷോ ദാറ്റ് ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഷോ ദാറ്റ് ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. ഒ ബി എന്ന് പറയുന്നത്, അതായത് ഒ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈനും ഒ സി എന്ന് പറയുന്ന ഈ ഒരു ലൈനും എന്താണ്? ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യുന്നുണ്ടാകും? അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? എ ബി എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്? എ സിക്ക്. എ ബി എന്ന് പറയുന്ന സൈഡ് എ സിക്ക് ഈക്വൽ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുള്ള കാര്യമാണ്. ആണല്ലോ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ ബി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ആംഗിൾ സി. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമുക്ക് എ സി സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ആംഗിൾ ബി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി. സോ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. എന്തുകൊണ്ട്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു എ സി ആണെന്ന് കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ എന്തും കണ്ടുപിടിച്ചു? അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകളും ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. ആണോ അല്ലയോ? അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെങ്കിൽ ഹാഫ് ഓഫ് ദി ആംഗിളും ഈക്വൽ ആയിരിക്കത്തില്ലേ?
ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി ആണോ? അതായത് ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ആംഗിളുകളുടെ ഹാഫും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഹാഫ് ഓഫ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ഓഫ് ആംഗിൾ ബി. അത് മനസ്സിലായല്ലോ. എന്താണ് ഹാഫ് ഓഫ് ആംഗിൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഹാഫ് ഓഫ് ആംഗിൾ സി? നമുക്ക് പറയാൻ പറ്റും OCB ആണല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. OC എന്ന ലൈൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആംഗിൾ സിനെ ബൈസെക്ട് ചെയ്തു. അപ്പൊ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഈ ആംഗിൾ സിയുടെ പാതി ഏതായിരിക്കും? ഈ ഒരു ആംഗിൾ ആയിരിക്കത്തില്ല. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഓഫ് ആംഗിൾ സി ഇസ് ആംഗിൾ OCB ആണല്ലോ. ആംഗിൾ സിയുടെ പാതി ഏതായിരിക്കും? ഒരു പാതി ഇതും ഒരു പാതി അതും. കാര്യം എഴുതാം, ഈ ഒരു പാതി എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ OCB ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി. ആംഗിൾ ബിയുടെ പാതി ഇതാണ് OBC ആണല്ലോ. ആംഗിൾ OBC. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ആംഗിളുകൾ ഈക്വൽ ആകുമ്പോഴത്തേക്ക് അവരുടെ പാതിയും ഹാഫും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ OBCയും OCBയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇത് ആംഗിൾ 1 ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ആംഗിൾ 2 എന്ന് എഴുതാം. ആംഗിൾ 1ഉം ആംഗിൾ 2 എന്താന്ന് മനസ്സിലായി? ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്, മീൻസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കൺസിഡർ ട്രയാംഗിൾ OBC. നമുക്ക് എന്ത് ചെയ്യാം? OBC എന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ്? കൺസിഡർ ട്രയാംഗിൾ OBC. സോ നമുക്ക് OBC എന്ന് പറയുന്ന ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതല്ലേ OBC എന്ന് പറഞ്ഞ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ആംഗിളുകളാകുന്ന OBCയും OCBയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ട്രയാംഗിളിന്റെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയി വന്നതിന്റെ അർത്ഥം എന്താണ്? ആ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു. അതായത് OCB എന്താണ്? ഈക്വൽ അല്ലേ. അപ്പൊ OCBയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ സൈഡ് ഏതാണ്? OB ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും OB ഇസ് ഈക്വൽ ടു OBC. OBCയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാണ്? OC. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ABC ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ABC ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണെങ്കിൽ ABയും ACയും അതിന്റെ ഈക്വൽ സൈഡ്സ് ആയിരിക്കും. രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ABക്ക് ഓപ്പോസിറ്റ് ആയി വരുന്ന ആംഗിൾ സിയും ACക്ക് ഓപ്പോസിറ്റ് ആയിരുന്ന ആംഗിൾ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് BC ഇസ് ഈക്വൽ ആംഗിൾ B ഇസ് ഈക്വൽ ടു ആംഗിൾ സി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി എന്താ പറയാം? ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ ബിയുടെ പാതിയും ആംഗിൾ സിയുടെ പാതിയും ഈക്വൽ ആകത്തില്ലേ? അപ്പൊ ഹാഫ് ഓഫ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ സി എന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ഹാഫ് ഓഫ് ആംഗിൾ സി? OCB ആയിരിക്കും അല്ലെ. എന്താണ് ഹാഫ് ഓഫ് ആംഗിൾ ബി? OBC ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ അതായത് നമ്മൾ ട്രയാംഗിൾ OBC കൺസിഡർ ചെയ്യുമ്പോൾ ആ OBC ആകുന്ന ട്രയാംഗിൾ രണ്ട് ആംഗിളുകളല്ലേ? ആരൊക്കെ? OBCയും OCBയും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും ഈക്വൽ ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാംഗിളുടെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയി വരുമ്പോൾ ആ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകളും എന്താകുന്നു? ഈക്വൽ ആകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറയാൻ പറ്റും? OB ഇസ് ഈക്വൽ ടു OC എന്ന് പറയാൻ പറ്റും. ഹെൻസ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്തു? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആയില്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റി OB ഇസ് ഈക്വൽ ടു OC എന്ന് പറയാനായിട്ട് പറ്റി. നമുക്ക് അത് മാത്രം പറഞ്ഞാൽ മതിയാവോ? അല്ല, നമുക്കിനി ഒരു കാര്യം കൂടെ പറയണം. എന്താണ്? AO. നമുക്ക് രണ്ടാമത്തെ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? AO ബൈസെക്ട് ആംഗിൾ A. എന്താണ്? AO എന്ന് പറയുന്ന ഈ ഒരു ലൈന് ആംഗിൾ എനെ ബൈസെക്ട് ചെയ്തു എന്ന് കൂടി നമ്മൾ പറയണം. വാട്ട് ഈസ് മീൻ ബൈ ബൈസെക്ട്? ഈ രണ്ട് ആംഗിൾ, അതായത് AO എന്ന് പറയുന്ന ലൈന് ആംഗിൾ A, അതായത് ആംഗിൾ എനെ രണ്ടായിട്ട് ബൈസെക്ട് ചെയ്തു. അതായത് ആംഗിൾ OABയും ആംഗിൾ OACയും ഈക്വൽ. ഈ രണ്ട് ഹാഫുകൾ ഈക്വൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആണല്ലോ. അപ്പൊ നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ്? ട്രയാംഗിൾ OABനെയും ട്രയാംഗിൾ OACനെയും കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? കൺസിഡർ ട്രയാംഗിൾ OAB ആൻഡ് OAC. അപ്പൊ എന്താണ്? ആൻഡ് എന്താണ്? ട്രയാംഗിൾ OAC ആണല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ട്രയാംഗിൾ OABനെയും ട്രയാംഗിൾ OACനെയും കൺസിഡർ ചെയ്യും. നമുക്ക് ഓൾറെഡി നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ത്? ഒരു ട്രയാംഗിൾ നമ്മൾ OABനെയും OACനെയും ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ABയും ACയും ഈക്വൽ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AB
ഇസ് ഈക്വൽ ടു എ സി. എന്തുകൊണ്ടാണ്? തന്നിരിക്കുന്ന കാര്യമാണ്. സൈഡാകുന്ന എ ബി സൈഡാകുന്ന എ സി ഈക്വൽ ആണ്, തന്നിട്ടുള്ള കാര്യമാണ്. അത്രയും മനസ്സിലായല്ലോ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി എഴുതിക്കൂടെ? എന്തുകൊണ്ട്? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? ഒ ബി സൈഡും ഒ സി സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞു ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി ആണ്. നമുക്കിനി എന്ത് എഴുതാം? ഒ എ ഇസ് ഈക്വൽ ടു ഒ എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ട്? ഇറ്റ് ഈസ് എ കോമൺ സൈഡ്. അപ്പൊ എന്തും കൂടെ എഴുതാം? ഒ എ ഇസ് ഈക്വൽ ടു ഒ എ. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ കോമൺ സൈഡ്. കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, നമ്മൾ ട്രയാങ്കിൾ ഒ എ ബിനെയും ഒ എ സിനെയും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താ നമുക്ക് നോക്കേണ്ട കാര്യം? ഒ എ ബിനെയും ഒ എ സിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളുടെ എ ബി ആകുന്ന സൈഡും എ സി ആകുന്ന സൈഡും ഈക്വൽ ആണ്. ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ് ഒ ബി സൈഡും ഒ സി സൈഡും ഈക്വൽ ആണ്. ആൻഡ് ഒ എ സൈഡും ഒ എ എന്താണ്? കോമൺ ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളുടെ എല്ലാ സൈഡുകളും ഈക്വൽ ആയി വന്നില്ലേ? ഓക്കെ, എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ OAB is congruent to triangle OAC. എന്തുകൊണ്ട്? SSS റൂൾ വെച്ച്. എന്താണ്? The three sides of the triangles are equal to the other three sides. അല്ലെ? SS റൂൾസ് പറയാൻ പറ്റും എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളുകളും കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഈ ആംഗിളും ഈക്വൽ ആവൂലേ? എന്തുകൊണ്ട്? The angle OAB is equal to angle OAC. എന്തുകൊണ്ടാണ്? CPCT റൂള് വെച്ചുകൊണ്ട്. എന്താണ്? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് ദി കോൺഗ്രുവന്റ് ആംഗിൾ വിൽ ബി ഈക്വൽ. അപ്പൊ ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ എ സിയും ഈക്വൽ ആയതിന്റെ അർത്ഥം എന്താണ്? ഈ ആംഗിൾ ഈക്വലിന്റെ അർത്ഥം എന്തായിരിക്കും? ഒ എ ബൈസെക്ട് ആംഗിൾ എ എന്ന് മനസ്സിലാകും. ഓക്കെ അല്ലേ? അപ്പൊ ഹെൻസ് നമ്മൾ രണ്ടാമത്തെ കാര്യവും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ് നമ്മള് രണ്ടാമത്തെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഒ എ എന്ന് പറയുന്ന ലൈൻ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ ഒ എ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ആ ട്രയാങ്കിൾ നമുക്ക് എന്തുണ്ട്? ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മളിപ്പോ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. പിന്നെ നമുക്ക് ഒ എ കോമൺ സൈഡ് ആയതുകൊണ്ട് മൂന്ന് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിളുകൾ ഈക്വൽ ആയതുകൊണ്ട് SSS റൂള് വെച്ചിട്ട് ആ രണ്ട് സൈഡുകൾ ആ രണ്ട് ട്രയാങ്കിളുകൾ കോൺഗ്രുവന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കോൺഗ്രുവന്റ് ആണെങ്കിൽ എന്താണ്? CPCT റൂള് വെച്ച് ഈ രണ്ട് ആംഗിളുകളും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ അർത്ഥം എന്തായിരിക്കും? ഒ എ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇതിലേറെ ഈസിയാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്. ഇത്രയും പോലും ഇല്ല. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ വാട്ട് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? In triangle ABC, AD is the bisector of BC. See the figure and show that triangle ABC is an isosceles triangle in which AB is equal to AC. So നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അല്ല ഈ ക്വസ്റ്റ്യൻ. എന്തുണ്ട്? നമുക്ക് ഓൾറെഡി ഫിഗർ തന്നിട്ടുണ്ട്. അതായത് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾ എന്താ പറയുന്നത്? AD is the perpendicular bisector of BC. AD എന്ന് പറയുന്ന ഈ ലൈന് BC എന്ന് പറയുന്ന ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ഈ ആംഗിൾസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ 90 ഡിഗ്രി കട്ട് ചെയ്യും. അതായത് ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ADB ഇസ് ഈക്വൽ ടു ആംഗിൾ ADC ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. വാട്ട് ഇസ് മീൻ ബൈ ബൈസെക്ട്സ്? ബൈസെക്ട്സിന്റെ അർത്ഥം എന്താ? ഇറ്റ്സ് ഈക്വലി കട്ട്. അപ്പൊ AD ബൈസെക്ട്സ് BCയുടെ അർത്ഥം എന്താണ്? AB ഈ രണ്ട് സൈഡിന് ഈക്വലി കട്ട് ചെയ്തു. അതായത് BD ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? CD ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ലൈനിൽ നിന്ന് നമുക്ക് ഒത്തിരി പോയിന്റ്സ് കിട്ടി. എന്താണ്? AD എന്ന് പറയുന്ന ലൈൻ BCനെ പെർപെൻഡിക്കുലറി ബൈസെക്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ അർത്ഥം എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളുകൾ 90 ഡിഗ്രി ആയിരിക്കും. ബൈസെക്ട്സിന്റെ ആംഗിൾ എന്തായിരിക്കും? BD ഇസ് ഈക്വൽ ടു CD എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇനി ഇതാണോ കണ്ടുപിടിക്കാനുള്ള? അല്ല. We have to prove that triangle ABC is isosceles. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യണം isosceles ആണെന്ന്? AB എന്ന് പറയുന്ന സൈഡും അതോടൊപ്പം തന്നെ AC എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? We have to prove. So we have to prove that AB is equal to AC. എങ്ങനെ പ്രൂവ് ചെയ്യുന്നുണ്ടാവും? നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. എന്താണ്? കൺസിഡർ triangle ABD and triangle ACD. So ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ ACD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു.
നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഇസ് 90 ഡിഗ്രി. വൈ? ബിക്കോസ് എ ഡി പെർപെൻഡിക്കുലർലി ബൈസെക്ട്സ് ബി സി. എഴുതാൻ പറ്റും എന്താണ്, ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി തന്നിട്ടുള്ള കാര്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. പിന്നെ നമുക്ക് എന്ത് എഴുതാം, ബി ഡി ഇസ് ഈക്വൽ ടു സി ഡി. എന്തുകൊണ്ടാണ് ബി ഡി സി ഡിക്ക് ഈക്വൽ ആയത്? എ ഡി എന്ന് പറഞ്ഞ ലൈന് ബി ഡിന് ഈക്വലി കട്ട് ചെയ്തു. അപ്പൊ എന്ത് എഴുതാം, സൈഡ് ബി ഡി ഇസ് ഈക്വൽ ടു സൈഡ് എന്താണ്, സി ഡി. എന്തുകൊണ്ടാണ്? ഈ രണ്ടു പേർക്കും ഒരേ പോയിന്റ് ആണ്. എന്താണ്? ബിക്കോസ് എ ഡി പെർപെൻഡിക്കുലർലി ബൈസെക്ട്സ് എന്ത്, ബി സി. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിട്ടും ബി ഡി സി ഡിക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയതും അതുകൊണ്ടാണ്. നമുക്കിനി എന്ത് എഴുതാൻ പറ്റും, എ ഡി ഇസ് ഈക്വൽ ടു എ ഡി നേടിക്കൂടെ? എന്തുകൊണ്ട്? ഇറ്റ്സ് എ കോമൺ സൈഡ്. അപ്പൊ എന്താണ്, എ ഡി ഇസ് ഈക്വൽ ടു എ ഡി ബിക്കോസ് ഇറ്റ്സ് എ കോമൺ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ സി ഡിയും കോൺഗ്രന്റ് ആയില്ലേ? എന്തുകൊണ്ട്? ബിക്കോസ് വാട്ട്സ് ദ റീസൺ? SAS റൂൾ, രണ്ട് സൈഡുകളും ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിളും എന്തായി, ഈക്വൽ ആയിട്ട് വന്നു. നമുക്ക് എഴുതാൻ പറ്റിക്കൂടെ, ദ ട്രയാങ്കിൾ എ ബി ഡി ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ സി ഡി. എന്തുകൊണ്ടാണ്? SAS റൂള് വഴി. ബിക്കോസ് എന്താണ്, ഇൻക്ലൂഡഡ് ആംഗിളും രണ്ട് സൈഡുകളും എന്തായിട്ട് വന്നു, ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആയിട്ട് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്, എ ബിയും എ സിയും ഈക്വൽ എന്നല്ലേ? എ ബി ഇസ് ഈക്വൽ ടു എ സി. എന്തുകൊണ്ട് എ ബി എ സിക്ക് ഈക്വൽ ആയി? ബിക്കോസ് രണ്ട് സി പി സി ടി റൂൾ വെച്ച്. എന്തുകൊണ്ടാണ്? രണ്ട് സി പി സി ടി എന്താണ്, രണ്ട് ട്രയാങ്കിളുകൾ കോൺഗ്രന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡുകളും എന്തായിട്ട് വരുന്നു, ഈക്വൽ ആയിട്ട് വരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. ആ ട്രയാങ്കിൾ എ ബി സിയുടെ എ ഡി എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർലി ബി സി എന്ന് പറയുന്ന ലൈനിനെ കട്ട് ചെയ്തു. പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുന്ന അർത്ഥം എന്താണ്, അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതോടൊപ്പം തന്നെ ആ സൈഡ് ഈക്വലി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് പറയണം, എ ബിയും എ സിയും സൈഡും ഈക്വൽ ആണെന്ന് പറയണം. കാരണം വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യണം. ഏതൊക്കെ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തത്, എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ എ ഡി സി എന്നത് ഈ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ പറയാൻ പറ്റും എന്താണ്, ബി ഡിയും സി ഡിയും ഈക്വൽ ആണ്. ബിക്കോസ് അത് ബൈസെക്ടർ ആണ്. അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി സിയും ഈക്വൽ എന്ന് പറയാൻ പറ്റും. ബിക്കോസ് എന്തുകൊണ്ടാണ്, എ ഡി എന്ന് പറഞ്ഞ ലൈൻ ബി സിനെ പെർപെൻഡിക്കുലർലി ബൈസെക്ട്. അപ്പൊ ആ ഒരു സെന്റൻസ് നമുക്ക് എത്ര പോയിന്റ് കിട്ടി, 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ടാവും, എ ഡി എന്ന് പറയുന്നത് കോമൺ സൈഡ് ആണ് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, SAS റൂള് വഴി, അതായത് സൈഡ് ആംഗിൾ സൈഡ് റൂൾ വഴി പറയാൻ പറ്റുന്നുണ്ട് ട്രയാങ്കിൾ എ ബി ഡി ഇസ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, രണ്ട് ട്രയാങ്കിളുകൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. എങ്ങനെ എളുപ്പമാകുന്നു, ബിക്കോസ് when two triangles are congruent, CPCT റൂൾ വെച്ച് കറസ്പോണ്ടിങ് സൈഡുകളും കോൺഗ്രുവന്റ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. hence we can say that AB is equal to AC ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് അടുത്ത രണ്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. സോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ എല്ലാ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ കൂടെ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോകൾക്കായിട്ട് ആൽഫ ട്യൂട്ടർ എന്ന് പറഞ്ഞ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.